മൂശെ ഒന്നാം വെള്ളി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം. പുനരുത്ഥാനം എന്നാൽ മരിച്ചതിനു ശേഷം ശരീരത്തോടു കൂടിയുള്ള ഉയർപ്പിനെ സൂചിപ്പിക്കുന്നു. പുനർജീവിതം എന്നാൽ മരിച്ചവൻ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. മരിച്ചതിനു ശേഷം ജീവിതത്തിലേക്ക് കടന്നു വന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ലിനിക്കൽ ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർലഭം സംഭവങ്ങൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ പുനരുത്ഥാനം വിശ്വാസത്തിൻ്റെ മാത്രം തലത്തിൽപ്പെടുന്ന ഒന്നാണ്. പല മതങ്ങളും മതനേതാക്കളും പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായ പഠനം നടത്തിയിട്ടുള്ളത് യേശുവാണ്. അതിൻ്റെ ഏറ്റവും നല്ല വിശദീകരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വിവാഹവും പ്രത്യുൽപാദനവുമൊക്കെ ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് വിവാഹവും കുടുംബബന്ധങ്ങളുമൊക്കെ അത്യന്താപേക്ഷിതമാണ്. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കലും തലമുറകൾ നിലനിർത്തുന്നതും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. മരണശേഷം ജീവിതം തുടരുമെങ്കിലും അവർ ദൈവദൂതന്മാരെ പോലെയും ദൈവമക്കളുമാണ്. ഉത്ഥാന ജീവിതം മരണമേഖലയ്ക്ക് മേലെയാണ്, നിത്യതയുമായി ബന്ധപ്പെട്ടതുമാണ്. അവിടെ മരണമില്ല. അതിനാൽ പുതിയ മക്കൾക്ക് ജന്മം നൽകേണ്ടതില്ല. അതിനാൽ വിവാഹത്തിൻ്റെ ആവശ്യവുമില്ല. അത് ദൈവത്തെ പോലെ തികച്ചും ആത്മീയമാണ്. ആത്മീയ ശരീരങ്ങളും ഭൗതിക ശരീരങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും മഹത്വീകൃത ജീവിതത്തെക്കുറിച്ചും പൗലോസ്ലീഹ 1 കൊറിന്തോസ് 15-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സാധാരണ ജീവിതത്തിൽ വിതയ്ക്കുന്നത് നശിക്കുകയും പുതിയ ഒന്നായി അത് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. പലതരം ശരീരങ്ങൾ ലോകത്തിലുള്ളതുപോലെ സ്വർഗീയ ശരീരങ്ങളുമുണ്ടെന്ന ആ വിവരണം മരിച്ചവരുടെ പുനരുത്ഥാനവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. 44-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം സ്വീകരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും സ്വീകരിക്കും. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നശ്വരമായത് അനശ്വരതയെയും മർത്യമായത് അമർത്യതയെയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെടുന്നത് യാഥാർത്ഥ്യമാകും.